ഈ മഞ്ഞത്ത് ഞാൻ വാർത്ത കൂടെ നടക്കുന്നു, ഷോപ്പിംഗ് നടക്കുന്നു, വാർത്ത നിങ്ങൾക്കിൽ എത്തിക്കുന്നു, മഞ്ഞ് പെയ്യുന്നു, ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ച് യാത്ര തുടരുകയാണ്, വാർത്തകളും തുടരുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ എൻ്റെ ഗ്രാമത്തിൽ നല്ലതാണ്. അപ്പോൾ ഇപ്പോഴും മഞ്ഞ് നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലായിട്ട് വാർത്തകൾ വരുന്നത്. അടുത്തൊരു വാർത്ത ഞാൻ വീണ്ടും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഈ ട്രംപും SDPIയുടെ ഫൈസി തൊട്ടുള്ള വാർത്തകൾ ഞാൻ ഇത് ചെയ്തു. ഇപ്പോൾ വരുന്ന വേറൊരു വാർത്ത, പിണറായി വിജയൻ, ശ്രീമാൻ പിണറായി വിജയൻ രണ്ടാം തവണയാണ് മുഖ്യമന്ത്രിയായിട്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ വളരെ വിരളമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ജയിച്ച് അദ്ദേഹത്തിൻ്റെ ശക്തി തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ സൈഡ് വാക്കൊക്കെ മഞ്ഞാണ്, നടക്കാനായിട്ടുള്ള ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ നടക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്ന എൻ്റെ ഗ്രാമത്തിലും ഉള്ള ഒരു ലേക്കാണ് കാണുന്നത്. ലേക്കും കുന്നുകളും മലകളും ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പം ഇന്ന് വരുന്ന വാർത്ത നമുക്കറിയാം, കഴിഞ്ഞ തവണയും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണയൊക്കെ ശ്രീമാൻ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നമ്മൾ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ VS അച്യുതാനന്ദൻ്റെ പേര് പറഞ്ഞ് വോട്ട് നേടി. എന്നാൽ VS ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ കയറി മുഖ്യമന്ത്രിയായൊരു ചരിത്രം നമുക്കുണ്ട്. അതേ ഒരു അടവ് നയമാണ് CPM ഇപ്പം നിലകൊള്ളുന്നത്. അവരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ ക്യാപ്റ്റനാക്കി കാണിച്ചിട്ട് അദ്ദേഹത്തിന് 80 വയസ്സിനടുത്തെത്തി. അപ്പം ഇനി അദ്ദേഹം മുഖ്യമന്ത്രി ആകുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ എന്താണ് ഇവരുടെ ലക്ഷ്യം? ഇവർ പിണറായിനെ കാണിച്ച് ആരെ മുഖ്യമന്ത്രിയാക്കും, ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? അഥവാ ഇടതുപക്ഷത്തിന് മുന്നേറ്റമുണ്ട്. കാരണം ഇടതുപക്ഷം തീവ്ര ഇസ്ലാമിക പ്രീണന നയത്തിൽ നിന്ന് പിൻവാങ്ങി. അവരുടെ എല്ലാ നേതാക്കന്മാരും, മോഹനൻ മാസ്റ്റർ പിണറായി വിജയനിൽ നിന്ന് തുടങ്ങി, ഗോവിന്ദൻ മാഷ്, പിന്നെ ജയരാജൻ, ഇവരൊക്കെ ഇസ്ലാമിനെതിരെ പറഞ്ഞു. അപ്പോൾ അവരുടെ നയം ഹിന്ദു ക്രൈസ്തവ വോട്ടുകൾ നേടിയെടുക്കുകയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് സക്സസ്ഫുൾ ആകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണ്ടത്. നമ്മൾ ഇപ്പോഴും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ആരെ മുഖ്യമന്ത്രി, അടുത്ത മുഖ്യമന്ത്രി, മൂന്നാം തവണ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? പിണറായി വിജയനാകാൻ സാധ്യത കുറവാണ്. അത് അടുത്ത് ഗോവിന്ദ മാഷായിരിക്കുമോ, ജയരാജന്മാരായിരിക്കുമോ, തോമസ് ഐസക്കിന് അവസരം കിട്ടുമോ, അതോ റിയാസിനെ ആക്കുമോ? ഒരു പക്ഷേ വലിയ മുന്നേറ്റം ഇടതുപക്ഷം നടത്താൻ സാധ്യതയുണ്ട്. BJP കോൺഗ്രസ് തകർന്നില്ലാണ്ടാവാനായിട്ടുള്ള സാഹചര്യമാണ്. കാരണം അവർ ഇപ്പോഴും അതിൽ പ്രായമായവർ പ്രീണനവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം കട്ടപ്പൊക്കെയാണ്. പിന്നെയുള്ള സാധ്യത MA ബേബി പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ആരാണ് സാധ്യതയുള്ളത്? ഈ ക്യാപ്റ്റൻ എന്നത് ഇത് പിണറായി വിജയൻ്റെ പേരിൽ വോട്ട് വാങ്ങിയിട്ട് ആരാണ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് അവർ പറയുന്നില്ല. 2026 ഇലക്ഷൻ. ഇനിയും ഒരു വർഷം നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്, ഒരു വർഷത്തിൽ മേലെ കാത്തിരിക്കേണ്ടതുണ്ട്. അതിനിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ ഒരു ശക്തി പ്രകടനമായിരിക്കും. അത് 2026 ഒരു പെർഫോമൻസ് സെമി ഫൈനൽസ് ആയിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ. അപ്പോൾ നമുക്ക് കാണേണ്ടത് പിണറായി വിജയനെ ക്യാപ്റ്റനാക്കി കാണിച്ച് വീണ്ടും ഗോളടിക്കുമോ ഇടതുപക്ഷം? അതോ ബി ജെ പി എന്തെങ്കിലും മുന്നേറ്റം നടത്തുമോ? കോൺഗ്രസിൻ്റെ നില എന്തായിരിക്കും? ലീഗ് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുമോ? ഇതൊക്കെയാണ് ഉയർന്ന ചോദ്യങ്ങൾ. അപ്പോൾ വീണ്ടും ക്യാപ്റ്റൻ റോള് ഒക്കെ എടുത്തു വന്ന് എൻ്റെ ഗ്രാമത്തിൽ മഞ്ഞിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വാർത്തകൾ, ചൂടുള്ള വാർത്തകൾ എത്തിക്കുന്നത്. ഈ കുളിരുള്ള തണുപ്പിൽ നിന്നും ചൂടുള്ള വാർത്തകൾ, ഇവിടെയുള്ള കൊച്ചു ഇതുകൾ ഞാനിവിടെ ഇപ്പോൾ ഇവിടെ ഒരു മാക്ഡൊണാൾഡ്സ് ഉണ്ട്. അത് അടച്ചു പൂട്ടിപ്പോയോ എന്നറിയില്ല. ആ മാക്ഡൊണാൾഡ്സിൽ നിന്നൊരു കാപ്പി കുടിക്കാൻ ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മാക്ഡൊണാൾഡ്സിൽ നിന്നൊരു കാപ്പി കുടിച്ചിട്ട് പോവാം, ഈ തണുപ്പിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പിണറായി വിജയൻ്റെ വാർത്ത കഴിഞ്ഞ് അടുത്ത വാർത്തയിലുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.